السلام عليكم الحمد لله والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد بسم الله العظيم القدرة والشان شديد البطش والبرهان حافظ الدين والقرآن بسم الله ما شاء الله كان أعوذ بكلمات الله التامات من كل شيطان وهمة ومن كل عين لامة الصلاة والسلام عليك يا سيدي يا رسول الله خذ بيدي خلت خيلتي أدركني مرادي يا رسول الله الصلاة والسلام عليك يا سيدي يا رسول الله خذ بيدي خلت خيلتي أدركني مرادي يا رسول الله الصلاة والسلام عليك يا سيدي يا رسول الله خذ بيدي خلت خيلتي أدركني مرادي يا رسول الله സ്നേഹനിധികളായ എൻ്റെ മുഅ്മിനീങ്ങളെ, ഈ ഒരുമിച്ച് കൂടിയതുപോലെ നാളെ എൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ നാം ഏവരെയും ഒരുമിച്ച് കൂട്ടി അല്ലാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിൽ നിന്നും അറിഞ്ഞും അറിയാതെയും രഹസ്യമായും പരസ്യമായും വന്നു പോയ സകലമായ ചെറുതും വലുതുമായ എല്ലാ പാപങ്ങളും അല്ലാഹു പുറത്തു മാപ്പാക്കി നൽകുമാറാകട്ടെ. അവൻ്റെ ഇഷ്ടദാസന്മാരിൽ അല്ലാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ധാരാളം ആളുകളാണ് നിരന്തരമായി ദിനേന നമ്മളെ മജ്‌ലിസിലേക്ക് ദുആ വസിയത്തുകൾ അറിയിക്കുന്നവർ. അർഹമുർ റഹീമീനായ തമ്പുരാനെ, അവരെ ചെറുതും വലുതുമായ എല്ലാ ഹലാലായ മുറാദിനെയും നീ ഹാസിലാക്കണേ അല്ലാഹ്. അവരുടെ ഉദ്ദേശങ്ങൾ നീ സഫലീകരിച്ചു കൊടുക്കണേ അല്ലാഹ്. ഈ മജ്‌ലിസിൽ പങ്കെടുക്കുന്നവർക്ക് ധാരാളം മുറാദുകൾ കരുതിക്കൊണ്ട് മജ്‌ലിസിൽ പങ്കെടുക്കുന്നവരുണ്ട് അല്ലാഹ്. അല്ലാഹുവേ, നീ മുറാദിനെ നീ ഹാസിലാക്കി കൊടുക്കണേ അല്ലാഹ്. ധാരാളം രോഗികൾ മജ്‌ലിസിൽ പങ്കെടുക്കുന്നവരുണ്ട് അല്ലാഹ്. അല്ലാഹു ആജിലായ കാമിലായ പരിപൂർണ ശിഫ നീ നൽകണേ തമ്പുരാനെ. നീയാണ് ശാഫിഅ തമ്പുരാനെ. നീ ശിഫയേകണേ അല്ലാഹ്. നീ ശിഫയേകണേ അല്ലാഹ്. നീ ശിഫയേകണേ തമ്പുരാനെ. ധാരാളം ആളുകൾക്ക് വലിയ കടത്തിൽ ബുദ്ധിമുട്ടുന്ന ധാരാളം ആളുകളുണ്ട് അല്ലാഹ്. അല്ലാഹുവേ, വീട്ടാനുള്ള മാർഗം നീ എളുപ്പമാക്കണല്ലോ, നീ എളുപ്പമാക്കണല്ലോ. ധാരാളം മുറാദുകൾ കരുതിക്കൊണ്ട് മജ്‌ലിസിൽ പങ്കെടുക്കുന്നവര്, മകൻക്ക് ജോലിയാവാൻ തങ്ങളെ ദുആ ചെയ്യണേ. മകന്റെ കല്യാണം ഒന്ന് നടന്നു കിട്ടാൻ തങ്ങളെ ദുആ ചെയ്യണേ. മകൻക്ക് അനുയോജ്യമായി ഇണയെ കിട്ടാൻ തങ്ങളെ ദുആ ചെയ്യണേ. ഭർത്താവിന്റെ സ്വഭാവം നന്നാവാൻ തങ്ങളെ ദുആ ചെയ്യണേ. മകന്റെ സ്വഭാവം നന്നാവാൻ തങ്ങളെ ദുആ ചെയ്യണേ. അല്ലാഹുവേ, എല്ലാവരുടെയും ദുആ വസിയത്തുകൾ നീ അല്ലാഹുവേ എല്ലാവർക്കും നീ ഖൈർ കൊടുക്കണേ അല്ലാഹ്. എല്ലാവർക്കും അല്ലാഹുവയുടെ മുറാദുകൾ നീ ഹാസിലാക്കി കൊടുക്കണേ തമ്പുരാനെ. മജ്‌ലിസിന്റെ ഹക്ക് ജാ ബർക്കത്ത് കൊണ്ട്, ഈ സയ്യിദിയ മജ്‌ലിസിന്റെ ഹക്ക് ജാ ബർക്കത്ത് കൊണ്ട്, മഹാന്മാരായ ഉപ്പാപ്പമാരുടെ ഹക്ക് ജാ ബർക്കത്ത് കൊണ്ട് ഈ മജ്‌ലിസിൽ പങ്കെടുക്കുന്നവരെ നീ തളർത്തല്ല തമ്പുരാനെ. നീ കൊയക്കല്ല നാഥാ.
ഈ മജ്ലിസിൽ പങ്കെടുക്കുന്നവരാരും കൊയങ്കൂലന്റെ മുത്തുമിനിങ്ങളെ ഉപ്പാപ്പമാരുടെ കാവലുള്ള മജ്ലിസാണ്, അവരെ നോട്ടമുള്ള മജ്ലിസാണ്, അവരെ ഇജാസിയത്ത് പ്രകാരം നടന്നു നീങ്ങുന്ന മജ്ലിസാണ്, അവരെ കുരുത്തത്തിലും പൊരുത്തത്തിലുമാണ് ഓരോരോ മജ്ലിസ് നടന്നു നീങ്ങുന്നത്. അല്ലാഹുവേ, അല്ലാഹുവിന്റെ കാവൽ നീ നൽകണേ അല്ലാ, അവിടുത്തെ കാവൽ നൽകണേ തമ്പുരാനേ. നമ്മളെ സക്കനാത്ത് ഹറക്കാത്ത് അഫ്ആലുകളിൽ പാപ്പാന്റെ കാവൽ നൽകണേ അല്ലാ, പാപ്പാന്റെ കാവൽ നൽകണേ അല്ലാ, പാപ്പാന്റെ കാവൽ നീ നൽകണേ തമ്പുരാനേ. ഇൻഷാ അല്ലാഹ് പവിത്രമാക്കപ്പെട്ട സഫർ മാസത്തിലെ 19ാമത്തെ പകലിലാണ് മുഅ്മിനീങ്ങളെ ഞാനും നിങ്ങളും ഈ സയ്യിദിയ മജ്ലിസിൽ ഒരുമിച്ചിട്ടുള്ളത്. 19ാമത്തെ പകല് മാത്രമാണോ? എല്ലാം സഫർ മാസത്തിന്റെ വെള്ളിയാഴ്ച രാവിൽ കൂടിയാണ്. വെള്ളിയാഴ്ച രാവിലാണ്. എന്താണ് വെള്ളിയാഴ്ചയുടെ പ്രത്യേകത? നമ്മളെപ്പോഴും വെള്ളിയാഴ്ച രാവിലും വെള്ളിയാഴ്ച ദിവസത്തിലും നമ്മൾ പറയാറുണ്ട്. വെള്ളിയാഴ്ച ദിവസത്തിന്റെ പ്രത്യേകത, സൂര്യൻ ഉദിക്കുന്ന ദിവസങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമാക്കപ്പെട്ട ദിവസം അത് യൗമുൽ ജുമുഅ, വെള്ളിയാഴ്ച ദിവസം. വെള്ളിയാഴ്ച ദിവസമാണ്. വെള്ളിയാഴ്ച ദിവസത്തിലാണ് ധാരാളം കാര്യങ്ങൾ നടന്നത്. ഈ ഭൂമി അല്ലാഹു സൃഷ്ടിച്ചത് വെള്ളിയാഴ്ച ദിവസമാണ്. ആദം നബി അലൈഹിസ്സലാമിനെ അല്ലാഹു സൃഷ്ടിച്ചത് വെള്ളിയാഴ്ച ദിവസമാണ്. ആദം നബിയുടെ വഫാത്ത് നടക്കുന്നത് വെള്ളിയാഴ്ച ദിവസമാണ്. നരകത്തിനെയും സ്വർഗത്തിനെയും അല്ലാഹു സൃഷ്ടിച്ചത് വെള്ളിയാഴ്ചയാണ്. ഖിയാമത്ത് സംഭവിക്കൽ അത് വെള്ളിയാഴ്ച ദിവസത്തിലാണ്. അങ്ങനെ എടുത്തു നോക്കിയാൽ ഇനിയുമുണ്ട് ധാരാളം കാര്യങ്ങൾ. അത് വെള്ളിയാഴ്ച ദിവസത്തിലാണ്. വെള്ളിയാഴ്ച ദിവസത്തിനും വെള്ളിയാഴ്ച രാവിലെ അതുപോലെ ശ്രദ്ധയുണ്ട്. നമ്മൾ വെള്ളിയാഴ്ച രാവിലാണ്. അല്ലാഹുവേ, നീ സ്വീകരിക്കണം അല്ലാ. ഈ മജ്ലിസിൽ നിന്ന് ഞങ്ങൾ ചൊല്ലുന്ന ദിക്റുകളെ, ഇസ്തിഗ്ഫാർ, സ്വലാത്തുൽ ഫാത്തിഹനെ നീ കബൂലാക്കണേ നാഥാ, കബൂലാക്കണം അല്ലാ. ഞങ്ങൾ ധാരാളം സ്വലാത്തുൽ ഫാത്തിഹ ഈ മജ്ലിസിൽ ഇരുന്ന് ഈ പ്രഭാത സമയത്ത് എപ്പോഴും പറയാറുണ്ട്, മുഅ്മിനീങ്ങൾ മാത്രം എഴുന്നേൽക്കുന്ന സമയം. മറ്റുള്ള ആളുകൾ എഴുന്നേൽക്കുന്നുണ്ടാവും. എന്തിനു വേണ്ടി? അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്യാൻ, അല്ലാഹ്ക്ക് ഇബാദത്ത് ചെയ്യാൻ മുഅ്മിനീങ്ങൾ മാത്രം എഴുന്നേൽക്കുന്ന ഒരു സമയമാണ് പ്രഭാത സമയം. നമ്മളിപ്പോ ഈ മജ്ലിസിൽ എടുത്തുകൊണ്ടിരിക്കുന്ന ഈ സമയത്ത് എന്ത് നല്ല സുഖാണ് ഉറങ്ങാൻ അല്ലേ? ആ പുതപ്പൊക്കെ മൂടി, ഇപ്പൊ നല്ല തണുപ്പാണ്, ആ പുതപ്പൊക്കെ മൂടി നല്ല പുതപ്പിനുള്ളിൽ പുതച്ച് മൂടി കിടക്കാൻ എന്ത് നല്ല സുഖാണ് അല്ലേ? ആ സുഖത്താണ് എഴുന്നേൽക്കുന്നുണ്ട്. ആ സുഖത്തെ ഒഴിവാക്കിയാണ് എന്റെ മുഅ്മിനീങ്ങൾ നമ്മൾ എഴുന്നേൽക്കേണ്ടത്. ബർക്കത്ത് നഷ്ടപ്പെട്ടു പോകും. ആരെങ്കിലും നമ്മളെ വീടുകളിൽ ഉറങ്ങുന്നുണ്ടെങ്കിൽ ഉണർത്ത്. നമ്മൾ മാത്രം മജ്ലിസിൽ ഇരുന്നിട്ട് കാര്യമില്ല. നമ്മൾ മാത്രം മജ്ലിസിൽ ഇരുന്ന് ഇബാദത്ത് ചെയ്ത് അതുകൊണ്ട് ബർക്കത്ത് വരൂല. എല്ലാവരും എഴുന്നേൽക്കട്ടെ, നിസ്കരിക്കട്ടെ. ഈ സമയത്ത് ആരും ഉറക്കാൻ അനുവദിക്കരുത്. എന്റെ മുഅ്മിനീങ്ങൾ, ഈ മജ്ലിസിൽ പങ്കെടുക്കുന്ന മുഅ്മിനീങ്ങൾ ആ സമയത്തൊക്കെ ഉപേക്ഷിച്ച് ഇബ്ലീസിനോട് പടവെട്ടി ആ സമയത്തൊക്കെ ഉപേക്ഷിച്ച് നല്ല കിടക്കാൻ നല്ല സുഖാണ്. കിടന്ന് നല്ല ഉറക്കിട്ടും നല്ല റാഹത്തായ സമയാണല്ലേ? ഉറക്കിന് പറ്റിയ സമയാണ്. പിശാചിന്റെ സമയാണ്. പിശാച് ഇങ്ങനെ എന്ത് ചെയ്യും? ഉറക്കിലേക്ക് നമ്മളെ നയിക്കുന്ന സമയാണ്. നമ്മൾ എന്ത് വേണം? നന്മയിലേക്ക് നമ്മൾ വരണം. ഇബാദത്തുമായി ഈ സമയത്ത് ചെലവഴിക്കണം. മുഅ്മിനീങ്ങളെ, ചെലവഴിക്കണം. ഉറങ്ങിയാൽ ബർക്കത്ത് ഉണ്ടാവൂല. പിന്നെ എന്റെയൊക്കെ ഒന്നുമില്ല, എനിക്ക് കിട്ടുന്നതൊന്നും തികയുന്നില്ല, കടത്തിലാണ്, പ്രയാസത്തിലാണ്, ഇടങ്ങേറിലാണ്, സാമ്പത്തികമായ ബുദ്ധിമുട്ടിലാണെന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? പറഞ്ഞിട്ട് കാര്യമില്ല. മുഅ്മിനീങ്ങളെ, ഈ മജ്ലിസിൽ പങ്കെടുത്തുകൊണ്ട് അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട നാമം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന നാമമാണ് നമ്മൾ ഉച്ചരിക്കുന്നത്. ഈ മജ്ലിസിൽ നമ്മൾ ചൊല്ലുന്നത് അല്ലാഹുവിനെ ഭാഗ്യം നൽകണേ അല്ലാഹ്. ദിക്ർ ചൊല്ലാണ്, ഇസ്തിഗ്ഫാർ ചൊല്ലുകയാണ്, സ്വലാത്തുൽ ഫാത്തിഹനെ അധികരിപ്പിക്കുകയാണ്. അല്ലാഹുവിനെ കബൂൽ ചെയ്യണേ നാഥാ. ഈ മജ്ലിസിനെ നീ സ്വീകരിക്കണം. ധാരാളം ആളുകൾക്കാണ് മജ്ലിസിൽ ഉത്തരം കിട്ടിയത്. നേർച്ചകൾ അയക്കുന്നവരുണ്ട്. ഇൻഷാ അല്ലാഹ് ഇന്നൊരു 3 പേര് വായിക്കാനുണ്ട്. നഫീസ കൊണ്ടോട്ടി പുളിക്കൽ എന്നുള്ള പുളിക്കൽ ഭാഗത്തുള്ള ഒരു സഹോദരി, നഫീസ എന്ന് പറയുന്ന ഒരു സഹോദരി,
50 ചാക്ക് അരി മജ്ലിസിലേക്ക് നേർച്ചയാക്കിയിട്ടുണ്ട്. അല്ലാഹുവേ നീ പ്രയാസങ്ങൾ നീ മാറ്റി കൊടുക്കണേ അല്ലാ, കടങ്ങൾ നീ വീട്ടി കൊടുക്കണേ അല്ലാ, വീട്ടാനുള്ള മാർഗം നീ എളുപ്പമാക്കി കൊടുക്കണേ നാഥാ. പ്രയാസങ്ങൾ മാറാൻ, ബുദ്ധിമുട്ടുകൾ നീങ്ങാൻ ഒരു 50 ചാക്കിന്റെ അരിശാക്ക് നഫീസ എന്ന് പറയുന്ന കൊണ്ടോട്ടിയിലുള്ള പുള്ളിക്കലുള്ള ഒരു സഹോദരി നേർച്ചയാക്കിയിട്ടുണ്ട്. പിന്നെ മുഹമ്മദ് എന്നൊരു സഹോദരൻ, മുഹമ്മദ് ലത്തീഫ് എന്നൊരു സഹോദരൻ കൊല്ലം ജില്ലയിലാണ്. കൊല്ലം ജില്ലയിൽ കരുനാഗപ്പള്ളിയിലുള്ള ഒരു സഹോദരൻ മുഹമ്മദ് ലത്തീഫ് എന്ന് പറയുന്ന ഒരു സഹോദരൻ ഒരു ചാക്ക് അരി നേർച്ചയാക്കിയിട്ടുണ്ട്. അല്ലാഹുവേ നീ സ്വീകരിക്കണല്ലോ, രോഗങ്ങൾക്ക് ആജിലായ കാമിലായ പരിപൂർണ ശിഫ കൊടുക്കണല്ലോ, കുടുംബത്തിൽ ബർക്കത്ത് കൊടുക്കണല്ലോ, കുടുംബത്തിൽ നീ വിജയം കൊടുക്കണേ നാഥാ. പിന്നെയോ ഫാത്തിമ എന്നൊരു സഹോദരി, ഇവിടെ തന്നെയാണ് വൈലത്തൂരുള്ള ഒരു സഹോദരി, നേർച്ചയാക്കിയിട്ടുണ്ട് ഒരു ചാക്കരി. അല്ലാഹുവേ നീ സ്വീകരിക്കണല്ലോ, നീ കബൂലാക്കണേ നാഥാ. എല്ലാ പ്രയാസങ്ങളും എല്ലാ ബുദ്ധിമുട്ടുകളും നീ തീർത്തു കൊടുക്കണല്ലോ, ഇടങ്ങേറുകൾ നീ തീർത്തു കൊടുക്കണല്ലോ, ജീവിത വിജയികളിൽ നീ ചേർക്കണേ നാഥാ. ധാരാളം ആളുകളാണ് അങ്ങനെ നേർച്ചകൾ അയക്കുന്നവര് ഈ മജ്ലിസിനെ ഹൃദയത്തോട് ചേർത്ത് വെക്കുന്നവര്. അവരൊക്കെ ഈ മജ്ലിസിനെ ഹൃദയത്തോട് ചേർത്ത് വെക്കാനുള്ള കാരണം എന്താണ്? ഉപ്പാപ്പയുടെ നോട്ടം ഉണ്ടായതുകൊണ്ട്, ഉപ്പാപ്പയുടെ കാവലുണ്ടായതുകൊണ്ട്. അല്ലാഹുവേ നീ നിലനിർത്തണേ നാഥാ, നീ മരണം വരെ നീ നിലനിർത്തണേ അല്ലാ. ഈ മജ്ലിസിനെ ഖിയാമ വരെ നീ നിലനിർത്തണേ തമ്പുരാനെ, നീ നിലനിർത്തണേ തമ്പുരാനെ. ഇൻഷാ അല്ലാഹ് കൂടുതലൊന്നും പറയുന്നില്ല. നമുക്ക് മജ്ലിസിലേക്ക് കടക്കാം. എല്ലാവരും പ്രതീക്ഷിക്കുന്നത് മജ്ലിസിൽ പങ്കെടുത്തുകൊണ്ട് ദിക്ർ ചൊല്ലാനും ഇസ്തിഗ്ഫാർ ചൊല്ലാനും സ്വലാത്തുൽ ഫാത്തിഹന അധികരിപ്പിക്കാനും പിന്നെ അവസാനം കൂട്ടമായിട്ടുള്ള ദുആയിൽ പങ്കെടുക്കാനും അല്ലാഹു സ്വീകരിക്കട്ടെ, അല്ലാഹു ഖബൂൽ ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. لا حضرة حبيبنا وشفيعنا مصطفى محمد صلى الله عليه وسلم. الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين. إياك نعبد وإياك نستعين. اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. آمين. وإلى حضرة الأنبياء والأولياء والعلماء والشهداء والصديقين والصالحين. الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين. إياك نعبد وإياك نستعين. اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. آمين. وإلى حضرة سيدنا وسندنا قطب الرباني والعوس الصمداني ملاذنا الشيخ محي الدين عبد القادر الجيلاني قدس الله سره العزيز. الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين. إياك نعبد وإياك نستعين. اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. آمين. وإلى حضرة سيدنا وسندنا سلطان العارفين أحمد الكبير الرفائي قدس الله سره العزيز. الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين. إياك نعبد وإياك نستعين. اهدنا الصراط المستقيم صراط الذين
الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. وإلى حضرة سيدنا وسندنا أبو الحسن الشاذلي قدس الله سره العزيز الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. وإلى حضرة سيدنا وسندنا فقر الدين باب السلواري قدس الله سره العزيز الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. وإلى حضرة سيدنا وسندنا سلطان الهند خواجة معين الدين الجسطير الأجميري قدس الله سره العزيز الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. وإلى حضرة سيدنا وسندنا إبراهيم بادشاه يربدي قدس الله سره العزيز الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. وإلى حضرة سيدنا وسندنا شاه الأميد الناوري قدس الله سره العزيز الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. وإلى حضرة سيدنا وسندنا داود الحكيم الطفيلي قدس الله سره العزيز الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. وإلى حضرة سيدنا وسندنا قطب الزمان السيد علوي المنفرمي قدس الله سره العزيز الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. وإلى حضرة سيدنا وسندنا قطب الزمان جدي با حسن زمل الليل كدلندي قدس الله سره العزيز الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. وإلى حضرة
حضرة سيدنا وسندنا سليمان جن قدس الله سره العزيز. الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. وإلى حضرة سيدنا وسندنا سيم مدوري قدس الله سره العزيز. الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. إن شاء الله നമുക്ക് ദിക്റിന്റെ മജ്ലിസിലേക്ക് കടക്കാം. എല്ലാവരും ആത്മാർത്ഥമായിട്ട് ഇഖ്ലാസോടുകൂടി ചൊല്ലുക. എൻ്റെ കൂടെ ചൊല്ലുക. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. അല്ലാഹു ഖബൂൽ ചെയ്യുമാറാകട്ടെ. ദിക്റിന്റെ കൂട്ടത്തിൽ ഏറ്റവും ശ്രേഷ്ഠമാക്കപ്പെട്ട ദിക്ർ ലാ ഇലാഹ ഇല്ലല്ലാഹ്. അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട വചനം ലാ ഇലാഹ ഇല്ലല്ലാഹ്. ജദ്ദിദൂ ഈമാനകും വനവ്വിറൂ ഖുലൂബകും വസയ്യിനൂ അൽസനതകും ബിഖൗലി ലാ ഇലാഹ ഇല്ലല്ലാഹ് 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 ലാ
إله إلا الله لا 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 إله إلا الله أرحم الراحمين يا രാജാതിരാജനായ മലിക്കുൽ ജബ്ബാറായ മാലിക്കുൽ മുലൂക്കായ അല്ലാഹ് ഈ ദിക്ർ നീ സ്വീകരിക്കണേ അല്ലാഹ് നീ ഖബൂൽ ചെയ്യണേ അല്ലാഹ് ഈ മജ്ലിസിൽ ധാരാളം ആളുകൾ പല ഉദ്ദേശം വെച്ച് മജ്ലിസിൽ ഇരിക്കുന്നവരുണ്ട് അല്ലാഹ് അവരെ മുറാദുകൾ നീ ഹസനാക്കണേ അല്ലാഹ് ഈ ദിക്റിന്റെ ഹക്ക് ജാ ബർക്കത്തുണ്ടല്ലോ പ്രയാസം നീ മാറ്റി കൊടുക്കണേ അല്ലാഹ് എല്ലാ ഇടങ്ങേറും നീ മാറ്റി കൊടുക്കണേ അല്ലാഹ് എല്ലാ ബലാകളും നീ തീർത്തു കൊടുക്കണേ അല്ലാഹ് എല്ലാ മുസീബത്തുകളും നീ തീർത്തു കൊടുക്കണേ അല്ലാഹ് ജീവിതത്തിൽ വലിയ ഐശ്വര്യം അവർക്ക് നീ കൊടുക്കണേ അല്ലാഹ് വലിയ സലാമത്തേകണേ അല്ലാഹ് ദുനിയാവിലും ആഖിറത്തിലും ഞങ്ങളെ കൊയക്കല്ലേ അല്ലാഹ് ഇൻഷാ അല്ലാഹ് അടുത്ത ദിക്ർ ചൊല്ലിക്കോ എൻ്റെ കൂടെ ചൊല്ലിക്കോ യാ ഹയ്യു യാ ഖയ്യൂം 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 يا حي يا قيوم 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 أرحم الراحمين يا രാജാതിരാജനായ മലിക്കുൽ ജബ്ബാറായ മാലിക്കുൽ മുലൂക്കായ അല്ലാഹ് ഞങ്ങളുടെ ദുആഇനെ നീ സ്വീകരിക്കണേ അല്ലാഹ് നീ ഖബൂൽ ചെയ്യണേ അല്ലാഹ് ഈ ദിക്ർ നീ സ്വീകരിക്കണേ അല്ലാഹ് അല്ലാഹു ഈ ദിക്റിന്റെ ഹക്ക് ജാ ബർക്കത്ത് കൊണ്ട് ഞങ്ങളെ സകലമായ മുറാദും നീ ഹാസിലാക്കി നൽകണേ അല്ലാഹ് ഈ പ്രഭാത സമയത്ത് ഇതാ ഞങ്ങളിതാ നിന്നിലേക്ക് കൈകൾ ഉയർത്തുന്നു അല്ലാഹ് നീ സ്വീകരിക്കണേ അല്ലാഹ് ദിക്ർ ചൊല്ലുന്നു അല്ലാഹ് നീ ഖബൂൽ ചെയ്യണേ അല്ലാഹ് അല്ലാഹുവേ ഞങ്ങളെ പരാജിതരിൽ ഉൾപ്പെടുത്തല്ലേ അല്ലാഹ് നീ വിജയം നൽകണേ അല്ലാഹ് ഈ സയ്യിദിയ മജ്ലിസിനെ അല്ലാഹ് അഭിവൃദ്ധിയിൽ നിന്ന് അഭിവൃദ്ധിയിലേക്ക് നീ ഉയർത്തണേ അല്ലാഹ് ധാരാളം ആളുകൾ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട് അല്ലാഹ് അല്ലാഹു എല്ലാവരുടെയും മുറാദ് നീ ഹാസിലാക്കി കൊടുക്കണേ അല്ലാഹ് ധാരാളം രോഗികളുണ്ട് അല്ലാഹ് അല്ലാഹുവേ നീ ശിഫാ കൊടുക്കണേ അല്ലാഹ് നീ ശിഫാ കൊടുക്കണേ അല്ലാഹ് അല്ലാഹ് നീയാണ് ഷാഫിഉ തമ്പുരാനെ നീയാണ് ഷാഫിഉ തമ്പുരാനെ നീയാണ് ഷാഫിഉ തമ്പുരാനെ നീ ശിഫയേകണേ അല്ലാഹ് ആജിലായ കാമിലായ ശിഫാ നീ പ്രദാനം ചെയ്യണേ അല്ലാഹ് നീ പ്രദാനം ചെയ്യണേ അല്ലാഹ് അടുത്ത ദിക്ർ ചൊല്ലിക്കോ എൻ്റെ കൂടെ ചൊല്ലിക്കോ യാദൽ ജലാലി വൽ ഇക്റാം അമിത്നാ അലാ ദീനിൽ ഇസ്ലാം 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 യാദൽ ജലാലി വൽ ഇക്റാം അമിത്നാ അലാ ദീനിൽ ഇസ്ലാം
يا ذا الجلال والإكرام أمتنا على دين الإسلام 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 أرحم الراحمين يا راجاد രാജനായ മലിക്കുൽ ജബ്ബാറായ മലിക്കുൽ മുലൂക്കായ അല്ലാഹുവേ ഈ ദിക്ർ നീ സ്വീകരിക്കണേ നീ കബൂൽ ചെയ്യണേ അല്ലാഹുവേ നിന്റെ ദീനിൽ ഞങ്ങളെ നീ അടിയുറപ്പിച്ച് നിർത്തണേ നീ നിർത്തണേ ഞങ്ങളെ പരാജിതരിൽ ഉൾപ്പെടുത്തല്ലേ പിഴച്ചു പോകുന്നവരിൽ ഞങ്ങളെ നീ ചേർക്കല്ലേ അല്ലാഹുവേ ഈമാൻ നഷ്ടപ്പെട്ടു പോകുന്നവരിൽ അല്ലാഹുവേ ഞങ്ങളെ നീ ചേർക്കല്ലേ അടിയാറുകൾക്ക് പുറത്തു നൽകണേ അടിയാറുകൾക്ക് മാപ്പ് നൽകണേ അടിയാറുകൾക്ക് മാപ്പ് നൽകണേ അല്ലാഹുവേ നീ കാത്തോളണേ ദുനിയാവിലും ആഖിറത്തിലും ഞങ്ങൾക്ക് നീ പരാജയം നൽകല്ലേ നീ നൽകല്ലേ നീ നൽകല്ലേ നീ വിജയികളിൽ ഞങ്ങളെ ചേർക്കണേ നീ വിജയികളിൽ ഞങ്ങളെ ചേർക്കണേ നീ വിജയികളിൽ ഞങ്ങളെ ചേർക്കണേ ഇൻഷാ അല്ലാഹ് അടുത്തത് ഒരു ഇസ്തിഗ്ഫാറാണ്. ചൊല്ലിക്കോ, ഇസ്തിഗ്ഫാർ ചൊല്ലിക്കോ. അല്ലാഹുവേ ഞങ്ങളെ പാപങ്ങളെ നീ പുറത്തു നൽകണേ നീ മാപ്പ് നൽകണേ ചൊല്ലിക്കോ ഇസ്തിഗ്ഫാർ. അസ്തഗ്ഫിറുല്ലാഹൽ അലീം, 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 അസ്തഗ്ഫിറുല്ലാഹൽ അലീം.
അർഹമുർ-റഹീമീനായ രാജാധിരാജനായ മലിക്കുൽ ജബ്ബാറായ മലിക്കുൽ മുലൂക്കായ അല്ലാഹ് ഇസ്തിഗ്ഫാർ നീ സ്വീകരിക്കണം അല്ലാഹ്, നീ കബൂൽ ചെയ്യണേ അല്ലാഹ്. അല്ലാഹുവേ ഇസ്തിഗ്ഫാറിന്റെ ഹക്ക് ജാഉ ബർക്കത്ത് കൊണ്ട് ഞങ്ങളെ പാപങ്ങളെ നീ കഴുകി കളയണേ അല്ലാഹ്. അല്ലാഹുവേ ഞങ്ങളെ ഹൃദയത്തിൽ അല്ലാഹ് കിബ്ർ നൽകല്ല അല്ലാഹ്, ഹസദ് നൽകല്ല അല്ലാഹ്. അല്ലാഹുവേ ഹൃദയങ്ങളെ നീ ശുദ്ധീകരിക്കണേ അല്ലാഹ്, ഹൃദയങ്ങളെ നീ ശുദ്ധീകരിക്കണേ അല്ലാഹ്. അല്ലാഹുവേ ഞങ്ങൾക്ക് നീ പുറത്തു നൽകണേ അല്ലാഹ്, അഫു നൽകണേ അല്ലാഹ്, മാപ്പേകണേ അല്ലാഹ്, മാപ്പേകണേ അല്ലാഹ്, മാപ്പേകണേ തമ്പുരാനേ. ഇൻഷാ അല്ലാഹ് അടുത്തത് സ്വലാത്തുൽ ഫാത്തിഹ. ഇൻഷാ അല്ലാഹ് ആത്മാർത്ഥമായിട്ട് ഇഖ്ലാസോടുകൂടി എൻ്റെ കൂടെ ഏറ്റുചൊല്ലിക്കോ അല്ലാഹ്. നീ സ്വീകരിക്കണം അല്ലാഹ്, നീ കബൂൽ ചെയ്യണം അല്ലാഹ്. അല്ലാഹുവേ സ്വലാത്തുൽ ഫാത്തിഹിന്റെ ഹഖ് ജാഉ ബർക്കത്ത് കൊണ്ട് അല്ലാഹുവേ സകലമാന മുറാദും നീ ഹസ്സലാക്കണം അല്ലാഹ്, ഉദ്ദേശങ്ങൾ നീ സഫലീകരിച്ച് നൽകണം അല്ലാഹ്. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ അൽ ഫാത്തിഹ ലിമാ ഉലിഖ വൽ ഖാതിമ ലിമാ സബഖ നാസിറുൽ ഹഖ് ബിൽ ഹഖ് വൽ ഹാദി ഇലാ സിറാത്തിക്കൽ മുസ്തഖീം വഅലാ ആലിഹി ഹഖ ഖദ്രിഹി വമിഖ്ദാരിഹിൽ അളീം. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ അൽ ഫാത്തിഹ ലിമാ ഉലിഖ വൽ ഖാതിമ ലിമാ സബഖ നാസിറുൽ ഹഖ് ബിൽ ഹഖ് വൽ ഹാദി ഇലാ സിറാത്തിക്കൽ മുസ്തഖീം വഅലാ ആലിഹി ഹഖ ഖദ്രിഹി വമിഖ്ദാരിഹിൽ അളീം. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ അൽ ഫാത്തിഹ ലിമാ ഉലിഖ വൽ ഖാതിമ ലിമാ സബഖ നാസിറുൽ ഹഖ് ബിൽ ഹഖ് വൽ ഹാദി ഇലാ സിറാത്തിക്കൽ മുസ്തഖീം വഅലാ ആലിഹി ഹഖ ഖദ്രിഹി വമിഖ്ദാരിഹിൽ അളീം. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ അൽ ഫാത്തിഹ ലിമാ ഉലിഖ വൽ ഖാതിമ ലിമാ സബഖ നാസിറുൽ ഹഖ് ബിൽ ഹഖ് വൽ ഹാദി ഇലാ സിറാത്തിക്കൽ മുസ്തഖീം വഅലാ ആലിഹി ഹഖ ഖദ്രിഹി വമിഖ്ദാരിഹിൽ അളീം. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ അൽ ഫാത്തിഹ ലിമാ ഉലിഖ വൽ ഖാതിമ ലിമാ സബഖ നാസിറുൽ ഹഖ് ബിൽ ഹഖ് വൽ ഹാദി ഇലാ സിറാത്തിക്കൽ മുസ്തഖീം വഅലാ ആലിഹി ഹഖ ഖദ്രിഹി വമിഖ്ദാരിഹിൽ അളീം. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ അൽ ഫാത്തിഹ ലിമാ ഉലിഖ വൽ ഖാതിമ ലിമാ സബഖ നാസിറുൽ ഹഖ് ബിൽ ഹഖ് വൽ ഹാദി ഇലാ സിറാത്തിക്കൽ മുസ്തഖീം വഅലാ ആലിഹി ഹഖ ഖദ്രിഹി വമിഖ്ദാരിഹിൽ അളീം. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ അൽ ഫാത്തിഹ ലിമാ ഉലിഖ വൽ ഖാതിമ ലിമാ സബഖ നാസിറുൽ ഹഖ് ബിൽ ഹഖ് വൽ ഹാദി ഇലാ സിറാത്തിക്കൽ മുസ്തഖീം വഅലാ ആലിഹി ഹഖ ഖദ്രിഹി വമിഖ്ദാരിഹിൽ അളീം. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ അൽ ഫാത്തിഹ ലിമാ ഉലിഖ വൽ ഖാതിമ ലിമാ സബഖ നാസിറുൽ ഹഖ് ബിൽ ഹഖ് വൽ ഹാദി ഇലാ സിറാത്തിക്കൽ മുസ്തഖീം വഅലാ ആലിഹി ഹഖ ഖദ്രിഹി വമിഖ്ദാരിഹിൽ അളീം. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم. اللهم
اللهم صل على سيدنا محمد الفاتح لما خلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم اللهم صل على سيدنا محمد الفاتح لما خلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم اللهم صل على سيدنا محمد الفاتح لما خلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم اللهم صل على سيدنا محمد الفاتح لما خلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم اللهم صل على سيدنا محمد الفاتح لما خلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم اللهم صل على سيدنا محمد الفاتح لما خلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم اللهم صل على سيدنا محمد الفاتح لما خلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم اللهم صل على سيدنا محمد الفاتح لما خلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم اللهم صل على سيدنا محمد الفاتح لما خلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم اللهم صل على سيدنا محمد الفاتح لما خلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم اللهم صل على سيدنا محمد الفاتح لما خلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم اللهم صل على سيدنا محمد الفاتح لما خلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم اللهم صل على سيدنا محمد الفاتح لما خلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم اللهم صل على سيدنا محمد الفاتح لما خلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم اللهم صل على سيدنا محمد الفاتح لما خلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم اللهم صل على سيدنا محمد الفاتح لما خلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم اللهم صل على سيدنا محمد الفاتح لما خلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم اللهم صل على سيدنا محمد الفاتح لما خلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم أرحم الراحمين يا രാജാതിരാജനായ മലിക്കുൽ ജബ്ബാറായ മലിക്കുൽ മുലൂക്കായ അല്ലാഹ് ഞങ്ങൾ ചൊല്ലി അലാത്തുൽ ഫാത്തിഹിനെ അല്ലാഹുവേ ആരംഭപ്പുവായ അഷ്റഫുൽ ഖൽഖ് ത്വാഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ റൗള ശരീഫിലേക്ക് നീ എത്തിക്കണേ അല്ലാഹ്, നീ എത്തിക്കണേ അല്ലാഹ്. അതിന്റെ ഹക്ക് ജാ ബർക്കത്ത് കൊണ്ട് ഞങ്ങളെ സകലമായ ചെറുതും വലുതുമായ എല്ലാ മുറാദും നീ ഹാസിലാക്കണേ അല്ലാഹ്. ഞങ്ങളുടെ ഉദ്ദേശങ്ങൾ നീ പൂർണ്ണീകരിച്ച് നൽകണേ അല്ലാഹ്. ഞങ്ങളുടെ ആഗ്രഹങ്ങൾ നീ സഫലീകരിച്ച് നൽകണേ അല്ലാഹ്. നീ സഫലീകരിച്ച്
സ്വീകരിച്ച് നൽകണേ അല്ലാ. അല്ലാഹുവേ ദുനിയാവിലും ആഖിറത്തിലും ഞങ്ങളെ നീ തളർത്തല്ല അല്ലാ, നീ കൊയക്കല്ല അല്ലാ, നീ കൊയക്കല്ല അല്ലാ. അല്ലാഹുവേ 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 നരകമോചിതരിൽ ഞങ്ങൾ നീ ചേർക്കണേ അല്ലാ, നീ ചേർക്കണേ അല്ലാ, നീ ചേർക്കണേ അല്ലാ. ഈ സ്വലാത്തിന്റെ ഈ മഹത്താക്കപ്പെട്ട മജ്ലിസിനെ നീ സ്വീകരിക്കണേ അല്ലാ, നീ കബൂലാക്കണേ അല്ലാ, നീ കബൂലാക്കണേ അല്ലാ. ഉപ്പാപ്പ അഷ്റഫുൽ ഖൽഖ് ത്വാഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കാവലുള്ള മജ്ലിസ്, അവിടുത്തെ നോട്ടമുള്ള മജ്ലിസ്, അവിടുത്തെ ഇജാസത്തുള്ള മജ്ലിസ് അല്ലാഹ് നീ സ്വീകരിക്കണം അല്ലാഹ്, നീ കബൂലാക്കണം അല്ലാഹ്. അവിടുത്തെ പേരക്കിണാവായ ഇന്തോനേഷ്യയിലെ ചീന സുമാത്ര ദ്വീപിൽ നിന്നും കടലിൽ മുസല്ല വിരിച്ച് കേരളക്കരയിലെത്തിയ മഹാനായ ഖുത്ബ് ഹസൻ ജമലുൽ പാപ്പയുടെ നോട്ടമുള്ള ഈ മജ്ലിസ് നീ സ്വീകരിക്കണം അല്ലാഹ്, നീ കബൂലാക്കണം അല്ലാഹ്, നീ കബൂൽ ചെയ്യണം അല്ലാഹ്. ഇൻഷാ അല്ലാഹ് ഇനി മജ്ലിസിന്റെ കമന്റ് സെക്ഷനിൽ വന്ന കുറച്ച് ദുആ വസിയത്തുകൾ വായിച്ച് നമുക്ക് കൂട്ടമായി ദുആ ചെയ്യാം. അല്ലാഹു സ്വീകരിക്കട്ടെ, അല്ലാഹു ഖബൂൽ ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. മകന്റെ ജോലിയുമായി ബന്ധപ്പെട്ട പരീക്ഷ ഇന്നലെ കഴിഞ്ഞു വന്നു. റാഹത്തുള്ള വിജയം ഉണ്ടാവാൻ തങ്ങൾ ഉസ്താദേ ദുആ ചെയ്യണം. അല്ലാഹുവേ നീ വിജയം കൊടുക്കണം അല്ലാഹ്. പൊന്നുമോന് പരീക്ഷയിലും പരീക്ഷണങ്ങളിലും നീ വിജയം കൊടുക്കണേ നാഥാ. ഉസ്താദേ മകൻ നിസ്കരിക്കാൻ ദുആ ചെയ്യണേ. അല്ലാഹുവേ പൊന്നുമകൻക്ക് നിസ്കരിക്കാനുള്ള മനസ്സിന് നീ കൊടുക്കണം അല്ലാഹ്, നിസ്കരിക്കാനുള്ള മനസ്സിന് നീ കൊടുക്കണം അല്ലാഹ്. സ്വാലിഹീങ്ങൾ ചേർക്കണേ നാഥാ. രോഗം ശിഫയാകാനും മുറാദുകൾ ഹാസിലാവാനും വേണ്ടി ദുആ ചെയ്യണേ. അല്ലാഹുവേ രോഗങ്ങൾക്ക് നീ ആജിലായ കാമിലായ പരിപൂർണ ശിഫ കൊടുക്കണേ നാഥാ. ഞങ്ങളുപ്പാ ഞങ്ങളെയും ദുആയിൽ പെടുത്തണേ ഇൻഷാ അല്ലാഹ്. ഇൻഷാ അല്ലാഹ് മോൻ നിസ്കരിക്കാനും ദീനിൽ പ്രാധാന്യം കൊടുക്കാനും തങ്ങൾ ഉസ്താദേ ദുആ ചെയ്യണേ. അല്ലാഹുവേ മകനെ നിസ്കരിക്കാനുള്ള മനസ്സ് നീ കൊടുക്കണം അല്ലാഹ്. നല്ല സ്വാലിഹീങ്ങൾ ചേർക്കണം അല്ലാഹ്. നാടിനും ദീനിനും നാട്ടുകാർക്കും ഉപകരിക്കുന്ന നല്ല പൊന്നുമക്കളാക്കണേ അല്ലാഹ്, നല്ല പൊന്നുമകനാക്കണേ തമ്പുരാനെ. തങ്ങളെ മരിച്ചുപോയ ഉപ്പ വല്യുമ്മ വല്യുപ്പ മറ്റു വേണ്ടപ്പെട്ടവർക്ക് വേണ്ടി ദുആ ചെയ്യണേ. അല്ലാഹുവേ മരിച്ചുപോയി ഇവിടെ ഖബറുടെ നീറാഹത്തിനാക്കണം അല്ലാഹ്, സ്വർഗ്ഗ സന്തോഷപൂരിതമാക്കണം അല്ലാഹ്, മഗ്ഫിറത്ത് കൊടുക്കണം അല്ലാഹ്, മർഹമത്ത് കൊടുക്കണേ തമ്പുരാനെ. ഉസ്താദേ ഒരു വീടാവാൻ ദുആ ചെയ്യണേ. വാടക കൊടുക്കാൻ പോലും ബുദ്ധിമുട്ടാണ്, ഒരു വീടാവാൻ പ്രത്യേകമായി ദുആ ചെയ്യണേ. അർഹമർ റഹീമീനായ തമ്പുരാനെ ഒരു വീട് നീ കൊടുക്കണം അല്ലാഹ്, ഒരു മസ്കൻ നീ പ്രദാനം ചെയ്യണേ അല്ലാഹ്. അതിനുള്ള സമ്പത്ത് കൊടുക്കണം അല്ലാഹ്, അതിനുള്ള ആരോഗ്യം കൊടുക്കണേ നാഥാ. ദുആയിൽപ്പെടുത്തണേ തങ്ങളെ ഇൻഷാ അല്ലാഹ്. മകന്റെയും ആങ്ങളുടെയും എല്ലാ കാര്യങ്ങളും ബുദ്ധിമുട്ടിലാവാതെ ഭംഗിയായി നടക്കാൻ ദുആ ചെയ്യണേ. അല്ലാഹുവേ നീ റാഹത്ത് കൊടുക്കണം അല്ലാഹ്, എല്ലാം നീ വിജയത്തിലാക്കണം അല്ലാഹ്. ഭർത്താവ് മക്കളും നിസ്കരിക്കാൻ തങ്ങളെ ദുആ ചെയ്യണേ. ഭർത്താവിനും മക്കൾക്കും നിസ്കരിക്കാനുള്ള മനസ്സിന് നീ കൊടുക്കണം അല്ലാഹ്. നടുവിന്റെ പ്രയാസം മാറാൻ തങ്ങൾ ഉസ്താദേ ദുആ ചെയ്യണേ. പ്രയാസങ്ങൾ നീ മാറ്റി കൊടുക്കണം അല്ലാഹ്, ബുദ്ധിമുട്ടുകൾ നീ തീർത്ത് കൊടുക്കണം അല്ലാഹ്. മോൻക്ക് ഖൈറായ ജോലി കിട്ടാൻ തങ്ങളെ ദുആ ചെയ്യണേ. മകൻക്ക് ഖൈറായ ജോലി എത്രയും പെട്ടെന്ന് നീ അടുപ്പിക്കണം അല്ലാഹ്. മോൻ സൗദിയിലാണ് ജോലി, ജോലി ശരിയാവാൻ തങ്ങളെ ദുആ ചെയ്യണേ. അല്ലാഹുവേ ഖൈറായ ജോലി എത്രയും പെട്ടെന്ന് നീ അടുപ്പിക്കണം അല്ലാഹ്. ഭർത്താവിന്റെ അസുഖം മാറാൻ തങ്ങളെ ദുആ ചെയ്യണം അല്ലാഹു. ഭർത്താവിന്റെ അസുഖം നീ മാറ്റി കൊടുക്കണം അല്ലാഹ്. ഉസ്താദേ ദുആ ചെയ്യണേ ഇൻഷാ അല്ലാഹ്. മക്കൾ നന്നാവാനും കടങ്ങൾ വിടാനും ദുആ ചെയ്യണേ. മക്കളെ സ്വാലിഹീങ്ങളിൽ ചേർക്കണം അല്ലാഹ്. കടങ്ങൾ വീട്ടാനുള്ള മാർഗ്ഗം എളുപ്പമാക്കി കൊടുക്കണം അല്ലാഹ്. മുറാദുകൾ ഹാസിലാവാൻ ദുആ ചെയ്യണേ. സകലമായ ചെറുതും വലുതുമായി എല്ലാ ഹലാലായ മുറാദിൻ നീ ഹാസിലാക്കണം അല്ലാഹ്. അങ്ങനെ ധാരാളം ദുആ വസിയത്തുകൾ, അങ്ങനെ ധാരാളം ദുആ വസിയത്തുകൾ എല്ലാവരുടെയും
സകലമായ ചെറുതും വലുതുമായ എല്ലാ ഹലാലായ മുറാദിൻ നീ ഹസിലാക്കണേ അല്ലാ. കടങ്ങളുള്ളവർ അല്ലാഹു വീട്ടാനുള്ള മാർഗ്ഗം നീ എളുപ്പമാക്കി കൊടുക്കണം അല്ലാ. ധാരാളം രോഗികൾ അല്ലാഹു ആജിലായ കാമിലായ പരിപൂർണ ശിഫ കൊടുക്കണം അല്ലാ. ഈ മജ്ലിസിൽ പങ്കെടുക്കുന്നവർക്ക് ധാരാളം മുറാദുകൾ മനസ്സിൽ കരുതിക്കൊണ്ടിരിക്കുന്നവരുണ്ട് അല്ലാഹുവേ. എല്ലാവരുടെയും സകലമായ ചെറുതും വലുതുമായ എല്ലാ ഹലാലായ മുറാദിനെ നീ ഹസിലാക്കണം അല്ലാ. ഉദ്ദേശം നീ സഫലീകരിച്ചു കൊടുക്കണം അല്ലാ. ഇൻഷാ അല്ലാഹ് ദുആയിലേക്ക് കടക്കാൻ എല്ലാവരും ആത്മാർത്ഥമായിട്ട് ഇഖ്ലാസോടുകൂടി ആമീൻ പറയാം. അല്ലാഹു സ്വീകരിക്കട്ടെ, അല്ലാഹു ഖബൂൽ ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. آمين. الحمد لله الحمد لله الحمد لله رب العالمين حمدا يوافي نعمه ويكافئ مزيدا. اللهم صل على سيدنا محمد الفاتح لما علق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم. يا رحمن يا الله يا ملك يا الله يا قدوس يا الله يا سلام يا الله يا مؤمن يا الله يا معين يا الله يا عزيز يا الله يا جبار يا الله يا متكبر يا الله يا خالق يا الله يا رافع يا الله يا مذل يا الله يا سميع يا الله يا ذا الجلال والإكرام يا الله. حسبنا الله ونعم الوكيل نعم المولى ونعم النصير. حسبنا الله ونعم الوكيل نعم المولى ونعم النصير. حسبنا الله ونعم الوكيل نعم المولى ونعم النصير. يا ودود يا ودود يا ودود يا الله أرحم الراحمين يا راجاد രാജനായ മലിക്കുൽ ജബ്ബാറായ മാലിക്കുൽ മുലൂക്കായ അല്ലാഹ് ഞങ്ങളുടെ ദുആഇനെ നീ സ്വീകരിക്കണേ അല്ലാഹ്. നീ കബൂൽ ചെയ്യണേ അല്ലാഹ്. അർഹമർ റഹീമീനായ തമ്പുരാനെ അടിമകളായ ഞങ്ങൾ യജമാനനായ നിന്നിലേക്ക് ഉയർത്തുന്ന കരങ്ങളെ നീ ഖൈബാക്കി തട്ടിക്കളയല്ലേ അല്ലാഹ്. നീ ഖൈബാക്കി തട്ടിക്കളയല്ലേ അല്ലാഹ്. നീ ഖൈബാക്കി തട്ടിക്കളയല്ലേ അല്ലാഹ്. ഞങ്ങളെ ഹൃദയങ്ങളെ നീ ശുദ്ധീകരിക്കണേ അല്ലാഹ്. ഹൃദയങ്ങളെ നീ ശുദ്ധീകരിക്കണേ അല്ലാഹ്. ഹസദില്ലാത്ത കിബ്റില്ലാത്ത നല്ല സംശുദ്ധമായ ഹൃദയങ്ങളാക്കണേ അല്ലാഹ്. ഹൃദയങ്ങളാക്കണേ തമ്പുരാനെ. ഈ പവിത്രമാക്കപ്പെട്ട ദിനത്തിൽ അല്ലാഹ് ഞങ്ങളിതാ നിന്നിലേക്ക് ഉയർത്തുന്ന കരങ്ങളെ നീ സ്വീകരിക്കണേ അല്ലാഹ്. നീ കബൂലാക്കണേ അല്ലാഹ്. ഞങ്ങളുടെ ദുആക്ക് നീ ഉത്തരം നൽകണേ അല്ലാഹ്. ഉത്തരം നൽകണേ തമ്പുരാനെ. ഞങ്ങളെ മജ്ലിസിൽ ഞങ്ങൾ ചൊല്ലിയ ദിക്റുകളെ നീ സ്വീകരിക്കണേ അല്ലാഹ്. നീ കബൂലാക്കണേ അല്ലാഹ്. ധാരാളം മുറാദുകൾ അവർ ഈ മജ്ലിസിൽ പങ്കെടുക്കുന്നവരുണ്ട് അല്ലാഹ്. നീ സ്വീകരിക്കണേ അല്ലാഹ്. നീ കബൂലാക്കണേ അല്ലാഹ്. ഈ ദിവസത്തിന്റെ ഹഖ് ജാ ബർക്കത്ത് കൊണ്ട്, മാസത്തിന്റെ ഹഖ് ജാ ബർക്കത്ത് കൊണ്ട് അല്ലാഹുവേ, ഞങ്ങളിൽ കഴിഞ്ഞു പോയ മാസത്തിന്റെ ഹഖ് ജാ ബർക്കത്ത് കൊണ്ട് അല്ലാഹുവേ അവരെ മുറാദ് നീ ഹസിലാക്കണേ അല്ലാഹ്. അവരുടെ ഉദ്ദേശങ്ങൾ നീ സഫലീകരിച്ച് നൽകണേ അല്ലാഹ്. ധാരാളം മുറാദുള്ളവർ തങ്ങളെ ദുആ ചെയ്യണേ. മജ്ലിസിൽ പ്രത്യേകമായി ദുആ ചെയ്യണമെന്ന് വസിയത്ത് ചെയ്തവരുണ്ട് അല്ലാഹ്. അവരെ മുറാദ് അല്ലാഹ് ഞാൻ പറയാതെ തന്നെ നിനക്കറിയാമല്ലോ തമ്പുരാനെ. നീ ഹസിലാക്കി കൊടുക്കണേ അല്ലാഹ്. നീ ഹസിലാക്കി കൊടുക്കണേ അല്ലാഹ്. നമ്മളെ മജ്ലിസിനെ ഹൃദയത്തോട് ചേർത്ത് വെക്കുന്നവര് എൻ്റെ സഹോദരിമാര് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട് അല്ലാഹ്. ഭർത്താക്കന്മാരെ കാര്യം പറഞ്ഞ് ദുആ കൊണ്ട് വസിയത്ത് ചെയ്ത എൻ്റെ സഹോദരിമാരുണ്ട് അല്ലാഹ്. ഭർത്താക്കന്മാരെ നന്നാക്കണേ അല്ലാഹ്. അല്ലാഹു അവർക്ക് ഹൈറായ ജോലി കൊടുക്കണേ അല്ലാഹ്. ജോലി ഉള്ളവർക്ക് അല്ലാഹ് അതിൽ വലിയ ബർക്കത്ത് കൊടുക്കണേ അല്ലാഹ്. അഭിവൃദ്ധി കൊടുക്കണേ അല്ലാഹ്. അഭിവൃദ്ധി കൊടുക്കണേ അല്ലാഹ്. അല്ലാഹു അവരെ ദുശീലങ്ങളെ നീ മാറ്റി കൊടുക്കണേ അല്ലാഹ്. അവരെ സ്വഭാവങ്ങളെ നന്നാക്കണേ അല്ലാഹ്. അവരെ ജീവിതത്തിൽ ഐക്യം നീ പ്രദാനം ചെയ്യണേ അല്ലാഹ്. റാഹത്തോടുകൂടി മനസ്സമാധാനത്തോടുകൂടി
മരണം വരെ ജീവിക്കാൻ അവർക്ക് ഭാഗ്യം കൊടുക്കണേ അല്ലാഹ്. മക്കളെ കാര്യം പറഞ്ഞുകൊണ്ട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്ത എൻ്റെ സഹോദരിമാരുണ്ട് അല്ലാഹ്, എൻ്റെ സഹോദരന്മാരുണ്ട് അല്ലാഹ്. മക്കളെ നന്നാക്കണേ അല്ലാഹ്. റൗഡികളും തമ്മാടികളും ആക്കല്ലേ അല്ലാഹ്. ലഹരിക്ക് അടിമപ്പെടുന്ന മക്കളാക്കി ഞങ്ങളെ മക്കളെ മാറ്റില്ല അല്ലാഹ്. മക്കളെ കാരണത്താൽ കണ്ണീര് വാർക്കേണ്ട അവസ്ഥ അല്ലാഹുവേ ഈ മജ്ലിസ് കാണുന്ന ഒരു മാതാപിതാക്കൾക്കും അല്ലാഹുവേ നീ കൊടുക്കല്ലേ അല്ലാഹ്, നീ കൊടുക്കല്ലേ അല്ലാഹ്. റൗഡികളാക്കല്ലേ അല്ലാഹ്, തമ്മാടികളാക്കല്ലേ അല്ലാഹ്. വീടിനും നാട്ടുകാർക്കും വീട്ടുകാർക്കും ഉപകരിക്കുന്ന നല്ല സ്വാലിഹീങ്ങളായ മക്കളെയാക്കണേ അല്ലാഹ്, മക്കളാക്കണേ അല്ലാഹ്, മക്കളാക്കണേ അല്ലാഹ്. കടമാണ് തങ്ങളെ, വലിയ പ്രയാസത്തിലാണ് തങ്ങളെ. ലക്ഷക്കണക്കിന് കടമുണ്ട്, കോടിക്കണക്കിന് കടമുണ്ട് തങ്ങളെ. ദുആ ചെയ്യണമെന്ന് വസിയത്ത് ചെയ്തവരുണ്ട് അല്ലാഹ്. ഈ നല്ല ഒരു ദിവസത്തിൽ അല്ലാഹ് സുബ്ഹി നിസ്കാരം കഴിഞ്ഞ് ഞങ്ങൾ ഉയർത്തുന്ന കരങ്ങള് അല്ലാഹ് നീ തട്ടി മാറ്റല്ലേ അല്ലാഹ്. അവരെ കടങ്ങൾ നീ തീർത്തു കൊടുക്കണേ അല്ലാഹ്. അല്ലാഹുവേ ലക്ഷക്കണക്കിന് കടമുണ്ടെങ്കിലും കോടിക്കണക്കിന് കടമുണ്ടെങ്കിലും അല്ലാഹുവേ തീർക്കാനുള്ള മാർഗം നീ എളുപ്പമാക്കണേ അല്ലാഹ്. ഷഹീദിന് പോലും പൊറുക്കാത്ത കടബാധ്യത അല്ലാഹ് ഞങ്ങൾക്ക് നീ നൽകല്ലേ അല്ലാഹ്, നീ നൽകല്ലേ അല്ലാഹ്. ഞങ്ങളെ കണ്ണടയുന്നതിന് മുമ്പ് കടങ്ങൾ വീട്ടാനുള്ള മാർഗം നീ എളുപ്പമാക്കണേ അല്ലാഹ്, നീ എളുപ്പമാക്കണേ തമ്പുരാനെ. ഒരു വീടില്ല തങ്ങളെ ദുആ ചെയ്യണമെന്ന് പറഞ്ഞവരുണ്ട് അല്ലാഹ്. ഖൈറായ ഭവനം നീ പ്രദാനം ചെയ്യണേ അല്ലാഹ്, ഖൈറായ ഭവനം നീ പ്രദാനം ചെയ്യണേ തമ്പുരാനെ, അർഹമുർ റഹീമീനായ തമ്പുരാനെ. മക്കളെ കാര്യം പറഞ്ഞുകൊണ്ട് അവരെ വിവാഹ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട് അല്ലാഹ്. ഒരു ഇണകളെ നീ അടുപ്പിക്കണേ അല്ലാഹ്, സ്വലീഹങ്ങളായ ഇണകളെ നീ അടുപ്പിക്കണേ അല്ലാഹ്, നീ അടുപ്പിച്ച് കൊടുക്കണേ അല്ലാഹ്. അവരുടെ ജോലി കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് പ്രയാസം പറഞ്ഞു ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട് അല്ലാഹ്. ഖൈറായ ജോലി മക്കൾക്ക് നീ പ്രദാനം ചെയ്യണേ അല്ലാഹ്. വിസിറ്റിങ്ങിന് പോയതാണ് തങ്ങളെ, 3-4 മാസമായി റൂമിലാണ്. CV ധാരാളം ഓഫീസുകളിൽ കൊടുത്തു, ഒരു വിളിയുമില്ല തങ്ങളെ. ദുആ ചെയ്യണമെന്ന് പറഞ്ഞവരുണ്ട് അല്ലാഹ്, സങ്കടം പറഞ്ഞവരുണ്ട് അല്ലാഹ്. മക്കൾക്ക് ഖൈറായ ജോലി നീ പ്രദാനം ചെയ്യണേ അല്ലാഹ്, നീ പ്രദാനം ചെയ്യണേ അല്ലാഹ്. അർഹമുർ റഹീമീനായ അല്ലാഹ് ഞങ്ങളെ നന്നാക്കണേ അല്ലാഹ്. അല്ലാഹുവേ ഞങ്ങൾക്ക് നീ നല്ല മനസ്സ് നീ നൽകണേ അല്ലാഹ്. ധാരാളം രോഗികൾ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട് അല്ലാഹ്. രോഗങ്ങളെ നീ പരിപൂർണമായി ശിഫാ നീ നൽകണേ അല്ലാഹ്. മാരകമായ ക്യാൻസർ ഞങ്ങൾക്ക് നീ നൽകല്ലേ അല്ലാഹ്, ട്യൂമർ ഞങ്ങൾക്ക് നീ നൽകല്ലേ അല്ലാഹ്, അറ്റാക്ക് ഞങ്ങൾക്ക് നീ നൽകല്ലേ അല്ലാഹ്. അല്ലാഹുവേ നിത്യ രോഗികളാക്കി ഞങ്ങളെ മാറ്റല്ലേ അല്ലാഹ്. പ്രഷർ ഞങ്ങൾക്ക് നീ നൽകല്ലേ അല്ലാഹ്, പ്രമേഹം ഞങ്ങൾക്ക് നീ നൽകല്ലേ അല്ലാഹ്. അല്ലാഹുവേ കൊളസ്ട്രോൾ ഞങ്ങൾക്ക് നീ നൽകല്ലേ അല്ലാഹ്. ഊരവേദനയിൽ പ്രയാസപ്പെടുന്നവർ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട് അല്ലാഹ്, നീ ശിഫാ പ്രദാനം ചെയ്യണേ അല്ലാഹ്. കാൽവേദനയിൽ പ്രയാസപ്പെടുന്നവർ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട് അല്ലാഹ്. അല്ലാഹുവേ നീ പരിപൂർണമായി ശിഫാ നീ പ്രദാനം ചെയ്യണേ അല്ലാഹ്. കിഡ്നി സംബന്ധമായ രോഗികള്, ലിവർ സംബന്ധമായ രോഗികള്, വയറ് സംബന്ധമായ രോഗികള്, ഹൃദയ സംബന്ധമായ രോഗികള്, അല്ലാഹുവേ തല സംബന്ധമായ രോഗികള്, കാത് സംബന്ധമായ രോഗികള്, കൺ സംബന്ധമായ രോഗികള്, അല്ലാഹുവേ നീ പരിപൂർണ ശിഫാ പ്രദാനം ചെയ്യണേ അല്ലാഹ്. മൈഗ്രീന്റെ തലവേദനയിൽ പ്രയാസപ്പെടുന്നവരുണ്ട് അല്ലാഹ്, ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട് അല്ലാഹ്, നീ പരിപൂർണ ശിഫാ നീ പ്രദാനം ചെയ്യണേ അല്ലാഹ്. കൺകാഴ്ച മങ്ങി വരുന്നവർ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട് അല്ലാഹ്, കാഴ്ച ശക്തി നീ പ്രദാനം ചെയ്യണേ അല്ലാഹ്. കേൾവി ശക്തി കുറഞ്ഞു വരുന്നവരുണ്ട് അല്ലാഹ്, അല്ലാഹുവേ കേൾവി ശക്തി നീ പ്രദാനം ചെയ്യണേ അല്ലാഹ്. ഞങ്ങളെ ശരീരത്തിൽ അല്ലാഹ് ഒരു രോഗവും നീ നൽകല്ലേ അല്ലാഹ്, നീ നൽകല്ലേ തമ്പുരാനെ. അല്ലാഹുവേ ഞങ്ങൾ സമ്പാദിച്ച
സമ്പാദിച്ച സമ്പത്ത് മുഴുവൻ ഹോസ്പിറ്റലിൽ പോയി കൊണ്ടുപോയി കെട്ടിവെക്കേണ്ട അസുഖങ്ങൾ ഞങ്ങൾക്ക് നീ നൽകല്ല അല്ലാ, നീ നൽകല്ല അല്ലാ, നീ നൽകല്ല അല്ലാ. മൂത്രത്തിന് പൈപ്പിട്ട്, കാഷ്ടത്തിന് പൈപ്പിട്ട്, ഭക്ഷണത്തിന് പൈപ്പിട്ട് ഒരു മൂലയിൽ കിടക്കേണ്ട അസുഖങ്ങൾ ഞങ്ങൾക്ക് നീ നൽകല്ല അല്ലാ, നീ നൽകല്ല തമ്പുരാനെ. മരണം ഹൈറാകുന്ന സമയത്ത് എല്ലാവരുടെ സാന്നിധ്യത്തിൽ നല്ലത് ചൊല്ലി പറഞ്ഞു മരിക്കുന്ന മുത്തഖീങ്ങളിൽ ഞങ്ങളെ ചേർക്കണേ അല്ലാ, ഞങ്ങളെ ചേർക്കണേ അല്ലാ. റഹ്മാനായ അല്ലാ, ധാരാളം പ്രവാസികളെ ഞങ്ങളെ മജ്ലിസ് കാണുന്നവരുണ്ട് അല്ലാ, ഞങ്ങളെ മജ്ലിസിനെ ഹൃദയത്തോട് ചേർത്ത് വെക്കുന്നവരുണ്ട് അല്ലാ, മജ്ലിസിലേക്ക് സഹായിക്കുന്നവരുണ്ട് അല്ലാ, സഹകരിക്കുന്ന പ്രവാസികളുണ്ട് അല്ലാ. എന്റെ പ്രവാസികളെ നീ കൊയക്കല്ല അല്ലാ, നീ തളർത്തല്ല അല്ലാ, അവർക്ക് ബുദ്ധിമുട്ട് കൊടുക്കല്ല അല്ലാ, അവർക്ക് ഇടങ്ങേറുകൾ കൊടുക്കല്ല അല്ലാ. അവിടുന്ന് മരണപ്പെട്ട് പെട്ടീനാക്കി ജനാസ നാട്ടിലേക്ക് കൊണ്ടുവരുന്ന അവസ്ഥ ഒരു പ്രവാസിക്ക് നീ കൊടുക്കല്ല അല്ലാ. അല്ലാഹുവേ ആമീൻ പറയുന്ന ഒരു ആമീൻ പറയുന്ന പ്രവാസികളുടെ ഭാര്യമാരുണ്ട് അല്ലാ, അവർക്ക് കൊടുക്കല്ല അല്ലാ, നീ കൊടുക്കല്ല തമ്പുരാനെ. തനാസുൽ മാറി കിട്ടിയിട്ടില്ല തങ്ങളെ, ഈ കാമ് റെഡിയായിട്ടില്ല, ദുആസിനെന്ന് വസിയത്ത് ചെയ്തവരുണ്ട് അല്ലാ, ആ പ്രയാസങ്ങൾ നീ മാറ്റി കൊടുക്കണേ അല്ലാ, ഞങ്ങൾക്ക് റാഹത്ത് നീ പ്രദാനം ചെയ്യണേ അല്ലാ. അല്ലാഹുവേ ധാരാളം ദ്വീപിലുള്ള എൻ്റെ സഹോദരന്മാർ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട് അല്ലാ, എൻ്റെ ദ്വീപുകാരൻ നീ കൊയക്കല്ല അല്ലാ, നീ തളർത്തല്ല അല്ലാ, അവർക്ക് ബുദ്ധിമുട്ട് കൊടുക്കല്ല അല്ലാ, അവർക്ക് ഇടങ്ങേറുകൾ കൊടുക്കല്ല അല്ലാ. ഞങ്ങളുമായി അഭേദ്യമായ ബന്ധമുള്ളവരാണ് ദ്വീപുകാർ, അവരെ കൊയക്കല്ല അല്ലാ, നീ തളർത്തല്ല തമ്പുരാനെ. ധാരാളം ആളുകൾ മജ്ലിസ് അല്ലാ, ഒരു മജ്ലിസ് പോലും മുടക്കാത്തവരുണ്ട് അല്ലാ, അവരെ നീ കൊയക്കല്ല അല്ലാ, അവർക്ക് പ്രയാസം കൊടുക്കല്ല അല്ലാ, അവർക്ക് ബുദ്ധിമുട്ട് കൊടുക്കല്ല അല്ലാ. അല്ലാഹുവേ ഞങ്ങൾ ചൊല്ലുന്ന ദിക്റിന്റെ ഹക്ക് ജാഉ ബർക്കത്ത് കൊണ്ട് അവരെ കടങ്ങളെ നീ വീട്ടി കൊടുക്കണം അല്ലാ, അവരെ പ്രയാസങ്ങൾ നീ തീർത്തു കൊടുക്കണം അല്ലാ, അവരെ മുസീബത്തുകളെ നീ തീർത്ത് സലാമത്തവർക്ക് നീ പ്രദാനം ചെയ്യണം അല്ലാ. ഞങ്ങൾ വാഹനങ്ങളിൽ സഞ്ചരിക്കുന്നവരാണ് അല്ലാ, ആക്സിഡന്റ് അപകട മരണങ്ങൾ അല്ലാ ഞങ്ങൾക്ക് നീ നൽകല്ല അല്ലാ. നടുറോട്ടിൽ നിന്ന് പെറുക്കിയെടുത്ത് പോസ്റ്റ്മോർട്ടം ചെയ്യുന്ന മയ്യത്താക്കി ഞങ്ങളെ മയ്യത്തിനെ നീ മാറ്റല്ല അല്ലാ, നീ മാറ്റല്ല തമ്പുരാനെ. ധാരാളം സഹോദരിമാരിന്റെ സഹോദരന്മാര് കമന്റ് ബോക്സിൽ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട് അല്ലാ, എല്ലാ മജ്ലിസിന്റെ അടിയിലും കമന്റ് ബോക്സിൽ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട് അല്ലാ. അവരെ മുറാദിനെ നീ ഹാസിലാക്കണേ അല്ലാ, അവരുടെ ഉദ്ദേശങ്ങൾ നീ സഫലീകരിച്ചു കൊടുക്കണേ അല്ലാ, അവരുടെ പ്രയാസങ്ങൾ നീ തീർത്തു കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ അവർക്കും ഞങ്ങൾക്കും നീ റാഹത്ത് പ്രദാനം ചെയ്യണേ അല്ലാ, ഐശ്വര്യം ഞങ്ങളുടെ ജീവിതത്തിൽ നിറക്കണേ അല്ലാ. ധാരാളം ആളുകൾ ഞങ്ങളിൽ നിന്ന് മൗത്തായി പോയി അല്ലാ, ഞങ്ങളെ മജ്ലിസ് കണ്ടുകൊണ്ടിരുന്നവര്, കഴിഞ്ഞ വർഷം നമ്മളെ മജ്ലിസിൽ പങ്കെടുത്തവര് ഇന്ന് ഖബറിലാണ് അല്ലാ, 6 അടി മണ്ണിലാണ് തമ്പുരാനെ. അവർക്ക് നീ പുറത്തു കൊടുക്കണേ അല്ലാ, അവരെ ഖബറിടം നീ റാഹത്തിലാക്കണേ അല്ലാ, സ്വർഗ സന്തോഷപൂരിതമാക്കണേ അല്ലാ. സ്വർഗത്തിനൊരു ഫിറാശ് അവരെ ഖബറിലേക്ക് നീ വിരിപ്പിച്ചിട്ട് കൊടുക്കണേ തമ്പുരാനെ. അല്ലാഹുവേ 10 മാസം നൊന്ത് പ്രസവിച്ച് മാറോടണച്ച മിഞ്ഞ പാല് തന്ന പൊന്നാര പൊന്നുമ്മ ഇന്ന് ഖബറിലാണ് അല്ലാ. അല്ലാഹുവേ ഞങ്ങൾ ചൊല്ലുന്ന എല്ലാ ദിക്റുകളും പൊന്നുമ്മാന്റെ ഖബറിലേക്ക് ഇതിന്റെ മിസ്ലി സവാബ് നീ എത്തിക്കണേ അല്ലാ, എത്തിക്കണേ അല്ലാ. ഉമ്മാക്ക് പുറത്തു കൊടുക്കണേ അല്ലാ, ഉമ്മാക്ക് മാപ്പ് ചെയ്യണേ അല്ലാ. അല്ലാഹുവേ ഉമ്മ ചെയ്ത ജീവിതകാലത്ത് ചെയ്ത എല്ലാ അമാലുകളും ഖബറിൽ കൂട്ടാളിയാക്കണേ അല്ലാ, ഖബറിൽ കൂട്ടാളിയാക്കണേ അല്ലാ. അല്ലാഹുവേ ഞങ്ങൾ ഈ നിലയിലാവാൻ വേണ്ടി മെഴുകുതിരി ഒരുക്കി തീർന്നതുപോലെ ഒരുക്കി തീർന്ന പൊന്നാര പൊന്നുപ്പ ഇന്ന് ഖബറിലാണ് അല്ലാ, ഉപ്പ ഇന്ന് ഖബറിലാണ് തമ്പുരാനെ. ഉപ്പാക്ക് പുറത്തു കൊടുക്കണം അല്ലാ, ഉപ്പ ചെയ്ത എല്ലാ അമാലുകളും ഖബറിൽ കൂട്ടാളിയാക്കണം അല്ലാ, ഖബറിൽ കൂട്ടാളിയാക്കണം അല്ലാ. ഉപ്പാന്റെ ഖബർ കണ്ടെത്താ ദൂരത്തോളം നീ വിശാല നൽകണേ അല്ലാ, വിശാല നൽകണേ അല്ലാ, വിശാല നൽകണേ തമ്പുരാനെ. റഹ്മുർ-റഹീമീനായ അല്ലാ, ഇന്നല്ലെങ്കിൽ നാളെ ഞങ്ങളും അതുപോലെ മൗത്താകുമല്ലോ. നിങ്ങളെ വീടിന്റെ ഉമ്മരപ്പടിയിൽ ഉണക്കക്കെട്ടിൽ ഞങ്ങളെ മലർത്തി അങ്ങ് കെടുത്തുമല്ലോ. ഈ താടി തലയിലേക്ക് കെട്ടപ്പെട്ട
നിർത്തപ്പെടും, മൂക്കില് പഞ്ഞി തിരുകപ്പെടും. ആ സമയത്ത് മുഖത്തീമാനിന്റെ പ്രഭ നൽകണേ അല്ലാ, മുഖത്തീമാനിന്റെ പ്രഭ നൽകണേ അല്ലാ, മുഖത്തീമാനിന്റെ പ്രഭ നൽകണേ അല്ലാ. ഞങ്ങളെ ജനാസയും ചുമന്ന് വയ്യോരങ്ങളിലൂടെ കൊണ്ടുപോകുന്ന സമയത്ത് ഖദ്ദിമൂനി ഖദ്ദിമൂനി എന്ന് പറയുന്ന ജനാസകളിൽ ഞങ്ങളെ ജനാസയെ ചേർക്കണേ അല്ലാ, ഞങ്ങളെ ജനാസയെ ചേർക്കണേ അല്ലാ, ഞങ്ങളെ ജനാസയെ ചേർക്കണേ തമ്പുരാനെ. ഊരക്ക് കൊണ്ടിട്ട് ഞങ്ങളെ ഖബറിലേക്ക് ഇറക്കി വെക്കും, ഈ കവിള് മണ്ണിനോട് ചേർക്കപ്പെടുമല്ലോ. ഖബറിൽ രക്ഷ നൽകണമല്ലോ, എന്റെ മലാക്കന്മാരുടെ സഹായം ഖബറിൽ നൽകണമല്ലോ, നീ നൽകണമല്ലോ. തേളുകൾക്കും പാമ്പുകൾക്കും പുഴുക്കൾക്കും പകരം ഞങ്ങൾ ചെയ്ത അമാലുകളെ കൂട്ടാളിയാക്കണമല്ലോ, അമാലുകളെ കൂട്ടാളിയാക്കണേ തമ്പുരാനെ. റഹ്മുർ റഹീമീനായ അല്ലാഹ്, ഉപ്പാപ്പ അഷ്റഫുൽ ഖൽഖ് ത്വഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തിരുകരങ്ങളിൽ നിന്നും ഹൗദുൽ കൗസർ കുടിക്കുന്ന മുത്തഖീങ്ങളിൽ ഞങ്ങളെ ചേർക്കണേ അല്ലാഹ്, ഞങ്ങളെ ചേർക്കണേ അല്ലാഹ്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തിരുക്കല്യാണം രണ്ട് കണ്ണുകൊണ്ട് കാണാൻ ഏറ്റമേറ്റം ഉദവി നൽകണേ അല്ലാഹ്, ഏറ്റമേറ്റം ഉദവി നൽകണേ അല്ലാഹ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. മിൻ സവാലിൽ ഈമാൻ വമിൻ ശർരിൽ ശൈത്താൻ വമിൻ ദുൽമിൽ സുൽത്താൻ. റബ്ബനാ ആതിനാ ഫിദ് ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബൻ നാർ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. സല്ലല്ലാഹു അലൈഹി വസല്ലം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.